IMT ഗിയർ ബോക്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് മെയിൻലി നമുക്ക് അറിയേണ്ടത്. ഇപ്പം മാരുതിക്ക് മാത്രമല്ല മൈലേജ് കിട്ടുന്നത്. വെർസസിനേക്കാളും കൂടുതൽ സർവീസ് കോസ്റ്റ് i20ക്കാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഹ്യുണ്ടായി i20 എന്നല്ല, i20 IMT എന്ന് വേണം പറയാൻ. കാരണം IMTയുടെ റിവ്യൂ പലർക്കും ആവശ്യമുണ്ടായിരുന്നു. ഒരു ലോങ് ടേം കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഏകദേശം 30,000 കിലോമീറ്ററോളം ആയിട്ടുള്ള IMT i20 ആണ് ഈ കിടക്കുന്നത്. മാത്രമല്ല ഇത് GDA ആണ്. ഈ സ്പെക്കിൽ ഇപ്പോൾ എൻലൈൻസ് മാത്രമാണ് അവൈലബിൾ ഉള്ളത്, ടർബോ ചാർജ് എൻജിനുള്ളത്. പക്ഷേ ഇത് 2021 മോഡൽ i20 ആണ്. ഇതിലും ടർബോ വരുന്നുണ്ട്. പിന്നീട് എൻലൈൻസിന് മാത്രമായി ടർബോ എൻജിൻസ്. ഏതായാലും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേഗം ചോദിക്കാം. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള യൂസർ തന്നെയാണ്. ഇൻട്രോ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ i20 IMTയുടെ യൂസർ ഇതാണ്. ഹായ് ബ്രോ, വെൽക്കം ബാക്ക്. വീണ്ടും കണ്ടുമുട്ടി. അതേ സ്ഥലം, അതേ ആളുകൾ, പക്ഷേ വണ്ടി മാത്രം മാറിയിട്ടുണ്ട്. നമ്മൾ i20 കൊണ്ടാണ് വന്നിരിക്കുന്നത്, IMT i20 കൊണ്ട്. അപ്പം നമ്മൾ വെർച്യൂസിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെർച്യൂസ് GTയുടെ വീഡിയോയിൽ. അപ്പം IMTയുടെ നമ്മളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. IMT i20യുടെ മാത്രമല്ല GDAയുടെ ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേഗം ബ്രോ ഒന്ന് പരിചയപ്പെടുത്തി തരും മറ്റേ വീഡിയോ കാണാത്തവർക്ക്. യെസ്, എൻ്റെ പേര് അഭിനവ് ഷെണായി എന്നാണ്. ഞാൻ MBA കാറ്റ് എക്സാം പഠിച്ച് കഴിഞ്ഞു. ഡിഗ്രി BBA ആയിരുന്നു ചെയ്തത്. ഓക്കെ, സ്റ്റുഡൻ്റാണ്. ഓക്കെ, അപ്പം വെർച്യൂസ് GT യൂസ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇതിനെ എടുത്തതിൻ്റെ കാരണം എന്ന് പറയുക. സെക്കൻഡ് കാറ് ഞാൻ ആക്ച്വലി ഒരു 2022-ലാണ് എടുക്കുന്നത്. അപ്പോൾ അന്നേരം ഞങ്ങൾ സിറ്റി കൊടുത്തിട്ടാണ് ഫസ്റ്റ് ഇതാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വേർച്ചസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ വണ്ടിയായിട്ട് വേണം എന്നുള്ളൊരു, എനിക്ക് കോളേജിൽ പോകാനും അങ്ങനെയൊക്കെ ആയിട്ട് എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഒരു ടെർബോ വണ്ടി വേണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതും ആ ഒരു ബഡ്ജറ്റിൽ ഇത് വാങ്ങിയപ്പോൾ 7 lakhs ആണ് ഏകദേശം കൊടുത്തത്, അച്ഛൻ കൊടുത്തത്. അപ്പോൾ 7 lakhs കൊടുത്ത് ഒരു ടെർബോ വണ്ടി, ടർബോ പെട്രോൾ തന്നെ വേണം. ഫസ്റ്റ് ഇതിന് 10.5 സംതിങ്. അന്നേരം വണ്ടി നിർത്തി. ഞങ്ങൾ എടുക്കാൻ നേരത്ത് പുതിയ വണ്ടി ഇല്ല, ടർബോ ഇല്ല, 1.2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെക്കൻഡ്സ് നോക്കി തുടങ്ങി. ആക്ച്വലി DCT ആണ് നോക്കിയത്, പക്ഷേ DCT വണ്ടികൾ അങ്ങനെ ഉണ്ടായില്ല. കാരണം i20 ഇറങ്ങി ഒരു സമയമാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടികളും ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡീസൽ 1-2, പക്ഷേ ഡീസൽ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ പിന്നീട് IMTയിലോട്ട് നോക്കാൻ. ഡീസൽ ആയതുകൊണ്ടാണോ കുറച്ച് താല്പര്യക്കുറവ് ഹ്യുണ്ടായിയുടെ? അല്ല, അത് ഞങ്ങൾ ടെർബോ പെട്രോൾ തന്നെ വേണം. ആ ഒരു ഫീൽ, ടെർബോ പെട്രോൾസ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അന്ന്. ഇപ്പോഴും അതുപോലെ എല്ലാ വണ്ടികളും ഇപ്പോൾ ടെർബോ പെട്രോൾ ആണ്. അതിന്റെ ഒരു അപ്പം 1 ലിറ്റർ എഞ്ചിൻ എന്നുള്ള ഒരു കൺസേൺ ഇല്ലായിരുന്നു, എടുക്കുമ്പോൾ ഇല്ലായിരുന്നു. അങ്ങനെ ഇതിലോട്ട് വന്നു. ആ ഒരു പ്രൈസിന് കിട്ടി. കാരണം ഇതിന്റെ കോമ്പറ്റീറ്റർ ആയിരുന്നു പോളോ ആയിരുന്നു. പോളോ നോക്കിയായിരുന്നു, പക്ഷെ പോളോ പുതിയ വണ്ടി ഉണ്ടായിരുന്നു, അത് GT TSI എന്നുണ്ടായിരുന്നു. ഇതേ സ്പെക്കിലായിരുന്നു, 1 ലിറ്റർ TSI തന്നെയാണ്. ഇത് 1 ലിറ്റർ GD. അപ്പോൾ അത് ഓടിച്ചു നോക്കിയപ്പോൾ അത് അച്ഛനായിരുന്നു ഓടിച്ചത്. അന്ന് എനിക്ക് ലൈസൻസ് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ഈയിടയ്ക്കാണ് TSI ഓടിക്കുന്നത്. അപ്പോൾ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടി റിഫൈൻഡ്, ഭയങ്കര റിഫൈൻഡ്. ഇത് 4 സിലിണ്ടറിന്റെ റിഫൈൻമെന്റ് ഉണ്ട് വണ്ടി. ഐഡിലിന് മാത്രം ചെറിയൊരു സ്റ്റീറിംഗ് ഒക്കെ വൈബ്രേറ്റ് ആവുന്ന ഒരു ഇതുണ്ട്. നോർമൽ, കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതിലോട്ട് വന്നു. ഓക്കെ, അപ്പം എത്ര കിലോമീറ്റർ ആയി ഇപ്പോൾ? ഇതിപ്പോൾ 35,000 ഓടിയിട്ടുണ്ട്. നമ്മൾ എടുത്തത് 21-ലാണ് എടുത്തത്. 21,000 കിലോമീറ്ററിലാണ്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 14,000 ഓടിച്ചു. അപ്പം IMT ഗിയർ ബോക്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് മെയിൻലി നമുക്ക് അറിയേണ്ടത്. IMT ഗിയർ ബോക്സ് എങ്ങനെയാണ്? IMT ഗിയർ ബോക്സ് നമ്മൾ കയറ്റത്തിലൊക്കെ നല്ല ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ എന്നാലും മാനുവൽ വണ്ടികൾക്ക്, ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ 3 സെക്കൻഡ് ഹോൾഡ് വരുന്നുണ്ട്. അതെ, IMT. പിന്നെ നമുക്ക് കൺവീനിയൻസ്, ഹൈവേയിൽ നല്ല രസം ഓടിക്കാം. നമ്മൾ ആ മാനുവലിന്റെ ഫീൽ, എന്നാൽ ക്ലച്ച് ഇല്ല, നല്ല സുഖമാണ്. തോന്നി ഗിയറിലൊക്കെ ഇടാം, വണ്ടി ഓഫ് ആവില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. മീൻസ് നമ്മൾ ഏത് ഗിയറിൽ ഇട്ടാലും, 6th ഇട്ടാലും, നമ്മൾ 6th നമുക്ക് നിർത്തിയാലും വണ്ടി ഓഫ് ആവില്ല. ബീപ്പ് സൗണ്ട് വരും, ഷിഫ്റ്റ് ഡൗൺ കാണിക്കും. അപ്പോൾ ഷിഫ്റ്റ് ഡൗൺ ചെയ്യാം. അത്രേ ഉള്ളൂ, നമുക്ക് വണ്ടി ഓഫ് ആവില്ല. ഓട്ടോമാറ്റിക് പോലെ. എന്നാൽ ഇതിന് എന്താ പറയുക, മാനുവൽ അത്രയും ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് സിറ്റിയിൽ ഓടിക്കാനും
സുഖമാണ്. പക്ഷേ ഗിയർ ഷിഫ്റ്റിംഗ് കൂടുതലാണ് ഓക്കെ, കമ്പയർഡ് ടു മാനുവൽ. ലോങ് ഗിയേഴ്സ് അല്ല. ലോങ് ഗിയേഴ്സ് അല്ല, ഭയങ്കര ഷോർട്ട് ഗിയർഡ് വണ്ടിയാണ്. എങ്കിൽ നമുക്ക് അകത്ത് തന്നെ ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അകത്തിരുന്ന് തന്നെ പറയാം, IMTയുടെ സിറ്റി ഹൈവേ യൂസിൻ്റെ കാര്യങ്ങൾ. അതെ, അപ്പോൾ സിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് ഗിയർഡ് ആണ് വണ്ടി. അതായത് ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറണം നമ്മൾ. പക്ഷേ വണ്ടി ഓഫാവില്ല. സെക്കൻഡ് ഗിയറിൽ തന്നെ നമുക്ക് സ്റ്റാൻഡ് സ്റ്റീലിൽ നിന്ന് എടുക്കാം. പക്ഷെ അത് എടുക്കാറില്ല അങ്ങനെ, കാരണം വണ്ടി അത് കേടാണ്. അത്രയും സ്ട്രെയിൻ നമ്മൾ ഇഞ്ചിന് കൊടുക്കും. ഒന്നാമത് ചെറിയ ഇഞ്ചിനും കൂടെയാണ്. ക്ലച്ച് അത്രയും കൂടെ താങ്ങും. അതെ, ഓട്ടോമാറ്റിക് ക്ലച്ച് ആണ്, ക്ലച്ച് സെപ്പറേറ്റ് ഇല്ലല്ലോ, ആക്ച്വേറ്റർ ആണ് ഇതിന് വരുന്നത്. അപ്പോൾ അത് ആ ഒരു, പിന്നെ കൈ ഒരിക്കലും വെച്ച് ഇങ്ങനെ ഓടിക്കാൻ പാടില്ല, വണ്ടി ന്യൂട്രലിൽ പോകും. ഇങ്ങനെ ചെറിയൊരു ജെർക്കും വരും. അത്ര നൈസ് ആണ്, അതൊരു സെൻസിറ്റീവ് ആണ് വണ്ടി. ആ ഒരു വ്യത്യാസം അതുണ്ട്. ഹൈവേയിൽ നല്ല സുഖമാണ് നമുക്ക്. ഹൈവേയിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ടോൾ ഗിയർഡാണ് വണ്ടി. അങ്ങനെ മീൻസ് നമ്മൾ ഗിയർ പയ്യെ മാറിയാലും മതി, നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ. അപ്പം ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം മീൻസ് കമ്പാരിറ്റീവ്ലി മറ്റേതിനെക്കാട്ടിലും എഫിഷ്യൻസി കൂടുതൽ IMTസിനുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. ഫ്യൂവൽ എഫിഷ്യൻസി ബ്രോ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വെർട്ടസിനും 95 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലും 95 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് സെയിം പമ്പിൽ തന്നെ, കമ്പനി കൊണ്ട് വൈറ്റ്ലയിലുള്ള പമ്പിന് അവിടെ നിന്ന് തന്നെ പോയി അടിക്കാറ്. അപ്പോൾ അവിടെ നിന്ന് അടിച്ചാൽ എനിക്ക് ഈ പറഞ്ഞ പോലെ 10.2 ഇപ്പോൾ മീറ്ററിൽ കാണിക്കും. ഇത് ഫുൾ സിറ്റിയിൽ ഓടിച്ചു, 115 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 10.2 ആണ് ആവറേജ്. ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ഒരു 9.7 ആണ് ഇതിന്റെ ആവറേജ് എപ്പോഴും നോക്കുമ്പോൾ. 9.7, 9.8. മാക്സിമം എത്ര വരെ എത്തിച്ചിട്ടുണ്ട്? ലോക്കല് 10. അല്ല, ലോങ് ഡ്രൈവിൽ. ലോങ് ഡ്രൈവ്സിൽ ഇതിന് 21. 21 വരെ കിട്ടും. അത്യാവശ്യം ഒരു 100 കിലോമീറ്റർ ആവറേജ് ആണ് പറയുന്നത്. കിട്ടും. ഓക്കെ. ഇവിടുന്ന് കോയമ്പത്തൂർ റിട്ടേൺ 21 കിട്ടും. അതേപോലെ ബാംഗ്ലൂർ ഇങ്ങനെ അങ്ങനെ ലോങ് ട്രിപ്പ് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിന് വേഴ്സസ് ആണ് കൂടുതൽ എടുക്കാറുള്ളത്. ഇപ്പം മാരുതിക്ക് മാത്രമല്ല മൈലേജ് കിട്ടുന്നത് എന്തായാലും കിട്ടും. നല്ലപോലെ മീൻസ് നല്ല ഷിഫ്റ്റിംഗ് പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു 100 വരെയൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് 17-18 എന്തായാലും കിട്ടും. എന്തായാലും കിട്ടും. 100ൽ ക്രൂസ് ചെയ്താലും. ഓക്കെ. ക്രൂസ് കൺട്രോൾ ഉണ്ടാവും ഇതിന്? ക്രൂസ് കൺട്രോൾ ഇതിനില്ല, ഈ ഒരു വേരിയന്റിനില്ല. ആസ്റ്റയ്ക്ക് ഉണ്ട്, ആസ്റ്റ ഓപ്ഷണലും ഉണ്ട്. ഇത് സ്പോർട്സ് വേരിയന്റ് ആണ് നമ്മുടെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതിന്റെ സർവീസ് കാര്യങ്ങൾ അറിയണം. ഇപ്പം 35,000 ആയില്ലേ, IMTയുടേതായ എന്തെങ്കിലും സർവീസ് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടോ? IMT ഇതുവരെ പണി തന്നിട്ടില്ല. വണ്ടിയും അങ്ങനെ പണി തന്നിട്ടില്ല. ജസ്റ്റ് നോർമൽ സർവീസ് ആണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. എത്ര കോസ്റ്റ് ആകുന്നത്? കോസ്റ്റ് 8,000 to 9,000. അത്രയാവും. അതാണ്. അത് എവരി 15,000 കിലോമീറ്റർ ആണ്, ഇത് എവരി 10,000 കിലോമീറ്റർ. കോസ്റ്റ് ഇതാണ്, കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ. ഇതിന്റെ അത് മെയിൻലി എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ സിന്തറ്റിക് ഓയിലാണ്. അത് ഒരു പ്രാവശ്യം ഓയിൽ മാറിയായിരുന്നു. അപ്പൊ സിന്തറ്റിക്കിലോട്ട് മാറി കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുതലാണ്. മിനറൽ ഓയിൽ തന്നെ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവര് സജസ്റ്റ് ചെയ്തപ്പോൾ മാറിയതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം സിന്തറ്റിക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനറൽ ഒഴിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ആൾക്കാരാണ്, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഹ്യുണ്ടായിയുടെ സർവീസ് നല്ല സർവീസ്, വോക്സ്വാഗനെ കാട്ടും നല്ല സർവീസ്. കാരണം നമുക്ക് പാർട്സിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, ഡിലേ ഇല്ല. കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്കയായിട്ട് ചെയ്യും. ഓരോ വീഡിയോയും കാര്യങ്ങളെല്ലാം അയക്കും ചെയ്യുന്ന. വോക്സ്വാഗനും അയക്കും, ഇവരും അത്ര പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തരും. അപ്പം ഈ വണ്ടി കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നെഗറ്റീവ്സ് തോന്നിയിട്ടുണ്ട് ഇതില്? ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് സിറ്റിയിൽ ഓടിക്കുമ്പോൾ നമുക്ക് ഷോർട്ട് ഗിയർഡ് ആയതുകൊണ്ട് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഗിയർ ഷിഫ്റ്റ്. അപ്പൊ നമുക്ക് തോന്നും മാനുവലും മതിയായിരുന്നു, അതാകുമ്പോ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. പക്ഷെ ഇത് ഷോർട്ട് ഗിയർഡിന്റെ ഒരു ബുദ്ധിമുട്ട്. ത്രോട്ടിൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ത്രോട്ടിൽ ആക്ച്വലി IMT ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ റിവ്യൂ ഞാനിപ്പോ റിവ്യൂസ് കണ്ടപ്പോൾ ഇതിൽ ത്രോട്ടിൽ കൊടുത്ത് തന്നെയാണ് ആൾക്കാർ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഇടുന്നത്. പക്ഷെ അപ്പോൾ ഗിയർ ഭയങ്കര ടൈറ്റാണ്. അങ്ങനെ ചെയ്യാതെ നമ്മൾ മാനുവലി നമ്മൾ ക്ലച്ച് ഇങ്ങനെ കൊടുത്ത് ത്രോട്ടിൽ നിന്ന് റിലീസ് ചെയ്ത് ഗിയർ, ആ ഒരു പാറ്റേൺ, അതാണ് ഇതിന്റെ ഓടിക്കുന്ന രീതി. ഷോറൂം റെക്കമെൻഡ് ചെയ്യുന്നതും ത്രോട്ടിൽ റിലീസ് ചെയ്യണ്ട, അല്ലാതെ തന്നെ ചേഞ്ച് ചെയ്തോളാം. അപ്പോൾ വരുമ്പോൾ ഈ ഗിയർ ഭയങ്കര ടൈറ്റാണ്. നമുക്ക് അങ്ങനെയാണ് ഡ്യൂറബിലിറ്റിയും കുറച്ച് പ്രശ്നം വരുമായിരിക്കും. അങ്ങനെ ഒരു ഇത് വരുന്നത്. IMT ലോങ് ടേമിൽ ഉപയോഗിച്ച ആരെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? മീൻസ്
ലോങ് ടേം ഇല്ല, ഇതുവരെ അങ്ങനെ ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. IMT-യുടെ നെഗറ്റീവ്സ് കുറച്ച് പേര് പറയാറുണ്ടായിരുന്നു. അപ്പം അതിലെ കാര്യത്തിൽ എന്ത് തോന്നുന്നു? മീൻസ് ആണോ എന്നുള്ള കാര്യത്തിൽ? അല്ല, റിലയബിലിറ്റി എനിക്ക് തോന്നുന്നു ഇത് മാനുവൽ ഗിയർ ബോക്സിനെക്കാട്ടും റിലയബിൾ. കാരണം ഇതിന്റെ ക്ലച്ച് ഞാൻ കമ്പനി ചോദിച്ചപ്പോൾ 85,000 90,000 കൂടും, സുഖമായിട്ട് കൂടും. അത് കഴിഞ്ഞിട്ട് മാറിയാൽ മതി എന്ന് അവരെന്നെ പറയുന്നുണ്ട്. അതുപോലെ സർവീസിൽ ഇതാണെങ്കിലും അവർ പാർട്സ് അങ്ങനെ സാർ വേണമെങ്കിൽ മതി, അവർ അങ്ങനെ ഇത് ചെയ്യത്തില്ല, ഫോഴ്സ് ചെയ്യത്തില്ല. അങ്ങനെ നോർമൽ സർവീസ് തന്നെ മതി വണ്ടി. ഇല്ല, നെഗറ്റീവ്സ് അങ്ങനെ പറയാനില്ല. ഈ സിറ്റിയിൽ ഓടിക്കുന്ന മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഇതിന്റെ ഒറിജിനൽ ഹെഡ്ലൈറ്റ് വളരെ മോശമാണ്. അത് മാറ്റി LEDs ആക്കി. അങ്ങനെ വന്നപ്പോഴും കുഴപ്പമില്ല, എന്നാലും കുറച്ചുകൂടെ പവറുള്ള LED ഇടണം, എന്നാലേ നമുക്ക് ആ ഒരു, പിന്നെ ഇതിന് ഡിമ്മും ബ്രൈറ്റും ഒരേ ബൾബാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഒരു ബൾബ് നമ്മൾ വാങ്ങുന്നത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കണം, അല്ലെ എന്നാലേ നമുക്ക് ആ ഒരു പിന്നെ AC കൂളിംഗ് അതുണ്ട്. ഹ്യുണ്ടായുടെ AC ഒന്നും പറയാനില്ല. വണ്ണിലാണ് ഫുൾ ടൈം വെക്കാറ്. എത്ര വെയിലുണ്ടെങ്കിലും ജസ്റ്റ് ഒരു 4 വെക്കും, ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വണ്ണിലോട്ട് ആക്കേണ്ടി വരും. ബാക്കിലായാലും നല്ല റിവേഴ്സ് ഇവന്റ് ഉണ്ട്. ഓക്കെ. അപ്പം ബാക്കിലെ സീറ്റിംഗ് കംഫർട്ട് മീൻസ് ബാക്കിയുള്ള ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു സെഡാൻ യൂസ് ചെയ്തിട്ട് ഹാച്ച് ബാക്കും തമ്മിൽ കയറാൻ ഇറങ്ങുന്നത് ഏകദേശം സെയിം ആണോ? അതോ ഏകദേശം സെയിം ആണ് ഞാൻ പറയുള്ളൂ. ഇതിന്റെ ബാക്ക് സീറ്റ് റിക്ലൈൻ ആംഗിൾ നല്ലതാണ് കമ്പയർ ടു വേർച്ചസ്. അപ്പോൾ ബാക്കി ഹാച്ച് ബാക്ക് ആയ ഇപ്പോൾ ബലേനുമായിട്ട് കമ്പയർ ചെയ്താലും അൾട്രോസ് ആയിട്ട് നോക്കിയാലും ഇതിന്റെ ബാക്ക് സീറ്റ് നല്ല സുഖമാണ്. പക്ഷെ നമ്മൾ ഓൺ ദി ഗോ ചില സസ്പെൻഷൻ ഇതിന്റെ കുറച്ച് ഹാർഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്ക് സീറ്റിൽ ഒത്തിരി ഇതുണ്ട്, ലൈക്ക് ബോഡി റോളല്ല, മറ്റേ ഒത്തിരി ചാട്ടം അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ട്. ബാഡ് റോഡ്സിൽ എങ്ങനെ സസ്പെൻഷന്റെ കാര്യം തോന്നുന്നു? വേറെ അല്ലേ? ഇല്ല, ഇതിന് കുറച്ച് ഹാർഡാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഫേംനെസ് ഇതിനുണ്ട്, അത്രയ്ക്കും സോഫ്റ്റ് അല്ല വണ്ടി. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ABS ഒക്കെ കട്ടോ, ഒരു കുഴിയിലൊക്കെ ആ ഒരു ഇതുണ്ട്. ഭയങ്കര ഹാർഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കൺസിഡർ ചെയ്തിരുന്നത് പോളോയുമായിട്ടായിരുന്നു. അതെ, നല്ല സ്റ്റെബിലിറ്റിയും കോർണറിംഗ് സ്റ്റെബിലിറ്റിയും ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പം അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കോർണറിംഗ് സ്റ്റെബിലിറ്റിയും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? പോളോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോർണർ അങ്ങനെ ചെയ്തിട്ടില്ല പോളോയില്. ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നല്ല അടിപൊളി കോർണറിംഗ് ആണ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ആപ്റ്റ് ആണ്. നല്ല അടി തട്ടിയിട്ടേ ഇല്ല ഇതുവരെ. നമ്മള് ഇല്ല, 5 പേര് പോയിട്ടും 6 പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഹമ്പൊക്കെ ഒരു കുഴപ്പമില്ല. നമുക്ക് ആ വീൽ ബേസിന്റെ ഇതാന്ന് തോന്നുന്നു, അടി തട്ടത്തേ ഇല്ല. ഒരു SUV പോലെ തന്നെ കൊണ്ടു നടക്കുന്നത്. ജസ്റ്റ് മറ്റേ റാമ്പൊക്കെ മീൻസ് മറ്റേ വലിയ അതല്ലാതെ നോർമലി ഒരു കുഴപ്പം. അത്ര ഹമ്പ് വേണമെങ്കിൽ നമുക്ക് എടുക്കുള്ളൂ. പ്രതീക്ഷിച്ചില്ല ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ് എന്നായിരുന്നു എന്റെ ഒരു കോൺസെപ്റ്റ്. ഇല്ല, അങ്ങനെയില്ല, നല്ല ഗ്രൗണ്ട്. 6 പേർക്ക് 6 പേര് ഇരിക്കാനും പറ്റും. ഈ സെഗ്മെന്റ് വരുന്ന കോമ്പാക്ട് SUV-ക്ക് ഇത് പറ്റുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. ബൂട്ട് സ്പേസും നല്ല ബൂട്ട് സ്പേസ് ആണ്, ഡീസന്റ് ആണ്. വലിയ ലോങ് ട്രിപ്സ് അങ്ങനെ പോയിട്ടില്ല, എന്നാലും അത്യാവശ്യം സാധനങ്ങളെല്ലാം കയറും. പിന്നെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് ഹാങ് ഗ്ലിച്ചസ് അങ്ങനെ ഇല്ല. ഇൻഫോർടൈൻമെന്റ് വയർലെസ് കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ചില എടുത്തെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ടെ. ഇപ്പൊ ഞാനിപ്പോ താമസിക്കുന്ന എളമക്കരയാണ്. അപ്പൊ എളമക്കരയിൽ നിന്ന് നമ്മള് മറ്റേ ഹോളിഡേന്ന് എത്തുമ്പോൾ കട്ട്, അതെന്താണെന്ന് അറിയത്തില്ല. ആ ഏരിയയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട്. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാം. ഹാങ്സ് അങ്ങനെ ഒന്നുമില്ല. നല്ല ക്ലാരിറ്റി ആണ്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ സൂപ്പർ ആണ്. ഇതിന് ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് വരുന്നില്ല, എസ്റ്റോ തൊട്ടാണ് വരുന്നത്. പിന്നെ ഹൈ സ്പീഡ് പോകുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയുണ്ടോ? ഓവറായിട്ട് ലൈറ്റ് ആകുന്നുണ്ടോ? അതോ സ്റ്റിയറിംഗ് വേയപ്പ് ആവും, സ്പീഡ് കൂടുമ്പോൾ വേയപ്പ് ആവും. ഭയങ്കര നിമ്പിളാ വണ്ടി ഓടിക്കാൻ, നല്ല രസമാണ്. ഓവർ ലൈറ്റ് അല്ല, സിറ്റിയില് മീഡിയം ലൈറ്റും ഹൈവേയില് നല്ല ഒരു ഹെവിനെസ് വരുന്നുണ്ട്. നല്ല സ്റ്റീറിംഗ് ആണ്. പക്ഷെ ചില ഈ സെൻട്രൽ വേഗ്നെസ് ഉണ്ട് വണ്ടിക്ക്. സെൻട്രൽ ഒരു ചെറിയ പ്ലേ ഉണ്ട്. പിന്നെ വളയ്ക്കുമ്പോൾ ഒരു ടക്ക് നോയ്സ് ഇടയ്ക്ക് വരാറുണ്ട്. അതിപ്പോ വരുന്നില്ല, എന്നാലും ഇടയ്ക്ക് ഒരു വളയ്ക്കുമ്പോൾ ടക്ക് നോയ്സ് വരും. അപ്പൊ അത് ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ അവര് ജസ്റ്റ് കാലിബ്രേറ്റ് ചെയ്ത് തന്നു, 2 പ്രാവശ്യം കാലിബ്രേറ്റ് ചെയ്തു, അപ്പൊ മാറി. അതുപോലെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി 120 വരെ നമ്മളൊന്നും അറിയില്ല, നല്ല സ്റ്റേബിൾ ആണ്.
120 കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് വിൻഡ് പിടിക്കുന്നത് വിൻഡ് പിടിക്കുന്നതാണെന്ന് തോന്നുന്നു. അത് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ 4 പേരുള്ളപ്പോൾ അങ്ങനെ വെയിറ്റിന്റെ ആണെന്ന് തോന്നുന്നു. വണ്ടിക്ക് 3 സ്റ്റാർ റേറ്റിംഗ് സേഫ്റ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. നമുക്ക് ഇതിന്റെ 6 എയർ ബാഗുള്ള ഫുൾ ഓപ്ഷനിൽ പോവാണെങ്കിൽ കുറച്ചുകൂടി സേഫർ ആയിരിക്കും. ഫീൽ ചെയ്യും. അതെ, ഡോസ് ഒക്കെ നല്ല ഹെവിയാണ്. അങ്ങനെ ഡെന്റോ കാര്യങ്ങളോ എളുപ്പത്തിൽ വീഴുന്ന ഒരു സാധനമല്ല ഇതിന്റെ ഡോസ് ആയാലും ബാക്കിയായാലും. സിറ്റി മറ്റേ മുന്നേ സിറ്റി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതില് ഈ ഡെന്റ് ഒക്കെ വീഴുമായിരുന്നു ഡോറിലൊക്കെ. തിൻ ഷീറ്റ് മെറ്റലാണ്. പക്ഷെ വണ്ടിക്ക് 4 സ്റ്റാർ ഉണ്ട്. ഇപ്പോ 5 സ്റ്റാർ ഇറങ്ങിയ ഡിസയറിലായാലും പുതിയൊരു വണ്ടിയുടെ ആക്സിഡന്റ് കണ്ടായിരുന്നു. അപ്പൊ അതില് സൈഡില് റണ്ണിങ് ബോർഡ് ഇതായി പോയി, ചളങ്ങിപ്പോയി. പുതിയ ഡിസയർ ലേറ്റസ്റ്റ് 5 സ്റ്റാർ. അപ്പോൾ അതിനും ഇപ്പോൾ തിൻ ഗ്രേഡുള്ള ഷീറ്റാണ് പുറത്ത്, പക്ഷെ അകത്ത് നല്ല റിജിഡ് സ്ട്രക്ചറാണ് ഇതിന്റെ ആയാലും എനിക്ക് തോന്നുന്നു. അല്ലാതെ ഫിറ്റ് ആൻഡ് ഫിനിഷോ മൊത്തത്തിൽ ഒന്നും പറയില്ല. ഫിറ്റ് ആൻഡ് ഫിനിഷ് അടിപൊളിയാണ്. റാറ്റ്ലിംഗ് നോയ്സ് ഡാഷ്ബോർഡിന്റെ ഇവിടെ ഭാഗത്തൊന്നുമില്ല. ആ പാസൽട്ടർ ഇടയ്ക്ക് ഒന്ന് സെറ്റ് ആവും. അത് പക്ഷെ അത് അവിടെ സർവീസ് സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആക്കി തരും. അല്ലാതെ നമ്മുടെ പാനൽ ഗ്യാപ്സും കാര്യങ്ങളും ഒന്നുമില്ല, പെർഫെക്റ്റ് ആണ്. അതുപോലെ ബ്രേക്സ് എങ്ങനെയുണ്ട്? ബ്രേക്സ് ഇതിന്റെ അത്രയും പോരാ ആക്ച്വലി. ബ്രേക്സ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു നെഗറ്റീവ് ആണ്. കോൺഫിഡൻസ് തരുന്നില്ല. കോൺഫിഡൻസ് നമ്മൾ നല്ലോണം ചവിട്ടണം. മറ്റേ ഫോക്സ് വാഗൺ അല്ലെങ്കിൽ അതുപോലത്തെ വണ്ടികൾക്ക് നമ്മൾ ഫെദർ ടച്ച് മതി. ഇപ്പൊ ഇതിന്റെ i10നും ഫെദർ ടച്ച് ആണ് അത്യാവശ്യം അല്ലേ? അതെ. പക്ഷെ ഇതിന്റെ ഈ നമ്മുടെ വണ്ടിയിലാണെന്ന് തോന്നുന്നു ഇത് അത്രയും ഓൾ 4 ഡിസ്ക് ബ്രേക്ക് വരുന്ന എൻലൈനൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഇതിന് കുറച്ച് കുറവാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അത്രയും കോൺഫിഡൻസ് അല്ല. നമ്മൾ 4 പേര് പോകുമ്പോൾ ശരിക്കും നമ്മൾ നല്ലപോലെ പെഡൽ കൊടുക്കണം. സിറ്റിയിലാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പേടിക്കും. ഒരു വണ്ടി ഫ്രണ്ടിൽ നിർത്തി കഴിഞ്ഞാൽ നല്ലപോലെ ചവിടണം, അല്ലെങ്കിൽ നിൽക്കത്തില്ല. ആ ഒരു ഇത് തോന്നുന്നുണ്ട്. നെഗറ്റീവാണ് ബ്രേക്ക്. ഓക്കെ, അതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇനിയും ഈ ഒരു ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണോ അതോ വേറെ വണ്ടിയിലേക്ക് പോകുന്നതായിരിക്കുമോ ബെറ്റർ? എന്ത് തോന്നുന്നു? പ്രീമിയം ഹാച്ച് ബാഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ i20 ഏറ്റവും നല്ല ഓപ്ഷൻ ഞാൻ പറയും. കാരണം ഇതിന്റെ ഡീസൽ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് എല്ലാ കൊണ്ടും ഡീസൽ പക്കയാണ്. പക്ഷെ അതിലും കേട്ടതോളം ഗ്രൂപ്പിലൊക്കെ DPFന്റെ ഇഷ്യൂ വരുന്നുണ്ട്. അത് 1.5 തൊട്ടല്ല, 1.5 ഡീസൽ തന്നെ CRDA വരുന്നത്. അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ DPF ഇഷ്യൂ പറയുന്നുണ്ട് ആൾക്കാർ. കുറച്ചൊന്ന് വാമപ്പായി കഴിയുമ്പോഴേ ആ ഒരു എററും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. പെട്രോളിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 1.2 എടുക്കാതിരിക്കുക എന്നേ ഉള്ളൂ. അണ്ടർ പവേർഡ് ആണ്. അത് കൂടാതെ മൈലേജ് ഇതിനും കുറവാണ്. ടർബോ ആയിട്ട് പോലും ഇതിന് കിട്ടും കുറച്ചുകൂടെ. മറ്റേത് അത് കുറച്ച് എനിക്ക് നല്ല അണ്ടർ പവേർഡ് അങ്ങോട്ട് കേറില്ല. അതിന്റെ മാനുവല് കുഴപ്പമില്ല, പക്ഷെ ഓട്ടോമാറ്റിക് മോശമാണ് അതിന്റെ. അതേസമയം നമ്മൾ ഓട്ടോമാറ്റിക്സിലോട്ട് ഈ ഒരു ബഡ്ജറ്റിൽ പോവാണെങ്കിൽ ബലേനോ AMT നല്ല സ്മൂത്ത് ആണ്. യൂസ്ഡ് എടുക്കുവാണെങ്കിൽ CVT-ലോട്ട് പോകരുതെന്ന് പറഞ്ഞതാ. CVT ഇഷ്ടമുള്ളവരോടല്ല പറഞ്ഞത്, എന്റെ പേഴ്സണലി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് CVT ഇഷ്ടമാണോ? CVT ഇല്ല. CVT അങ്ങോട്ട് ആയിട്ട് അതിന്റെ ഭയങ്കര നോയ്സാണ്. കാര്യം പ്രത്യേകിച്ച് DCT ഓട്ടോമാറ്റിക് ഓടിച്ച ആൾക്കത് പറ്റത്തില്ല. AMT കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ പുതിയ സ്വിഫ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ AMT നല്ല സ്മൂത്താണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് AMT ഇപ്പോൾ സ്വിഫ്റ്റിലാണ്. പുതിയ സ്വിഫ്റ്റ് 3 സിലിണ്ടർ ആക്കിയതിന്റെ പ്രശ്നം തോന്നിയോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, ഓടിച്ചപ്പോ നല്ല 80-100 വരെ സുഖമായിട്ട് കിടന്നുണ്ട് വണ്ടി. 4 പേരുണ്ടായിട്ടും 2 എക്സിക്യൂട്ടീവ്സും അച്ഛനും ഞാൻ വേണം പോയത്. അപ്പോൾ നല്ല അടിപൊളിയാണ് വണ്ടി. എനിക്ക് സ്വിഫ്റ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻലൈന് സെയിം എഞ്ചിൻ ആണ്, പക്ഷേ ഇപ്പോ എൻലൈനിൽ മാത്രമേ ഈ എഞ്ചിൻ കിട്ടുള്ളൂ. അതെ, അപ്പോ അതിന് ഏകദേശം 15 lakhs വരുന്നുണ്ട്. ഒരു ഹാച്ച് ബാക്കിന് 15 lakhs. പക്ഷെ അത് നമ്മള് വെന്യൂ എൻലൈൻ, അതേപോലെ വെന്യൂ എൻലൈന് ഏകദേശം 1.5 lakhs എക്സ്ട്രാ ആണ്. പക്ഷെ അതായിട്ട് കമ്പയർ ചെയ്താൽ പോലും എനിക്ക് തോന്നുന്നു i20 എൻലൈൻ ആയിരിക്കും നല്ലത്. കാരണം വെന്യൂ അധികം റോട്ടിൽ ഇറങ്ങുന്നില്ല, ഒന്നാമത്തെ കാര്യം. അത് പിന്നെ സ്പേസ് അത്രയും പോലെ. പിന്നെ ഡൈനാമിക്സ് ആയാലും i20യുടെ അത്ര എത്തില്ല. അത് കുറച്ചുകൂടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടിയ വണ്ടിയാണ്. കുറച്ച് ബോഡി റോഡ് കൂടുതൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എൻലൈൻ അങ്ങനെ റോഡിൽ കാണാറില്ല. വെന്യൂ i20 ആണ് എല്ലാവരും എടുക്കാറ് ആ ഒരു ഇതിൽ. ഇപ്പോൾ ഈ സ്പോർട്സ് വേരിയന്റ് ഇതിനും എൻലൈനായിട്ട് കമ്പയർ ആണെങ്കിൽ സ്റ്റീറിങ്ങും പിന്നെ ഓടിക്കുന്ന ഫീല്
നല്ല വ്യത്യാസമുണ്ട് ഉണ്ട്. അത് സസ്പെൻഷൻ പറയണം. വ്യത്യാസം അതിന്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. അതിന് ഒരു മീൻസ് ഹാർഡ്നെസ്സോ ഒന്നും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് തോന്നുന്നത്. പിന്നെ സ്റ്റീറിങ് നല്ല രസമാണ്. അതിന്റെ ഫീഡ്ബാക്ക് ആയാലും ഇതിനെക്കുറിച്ചും അടിപൊളിയാണ്. അതൊരു പ്രീമിയം സ്റ്റീറിങ് നമുക്ക് തോന്നും. ഒരു ഫീല് ഭയങ്കരമാണ്. മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലും കളർ കോമ്പിനേഷൻസും പിന്നെ എഞ്ചിൻ നോയ്സ് ആയാലും അതിന്റെ ആ മഫ്ലറിന്റെ ഇത് വരുമ്പോ നല്ല രസമാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്ത് കാല് അല്ലെങ്കിൽ നൈസായിട്ട് തന്നെ എന്നാ മൈലേജും ഉണ്ട്. ഇതിന്റെ അത്ര മൈലേജ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് IMT i20യുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. അപ്പം ലൈറ്റൊക്കെ പോയി, അതുകൊണ്ട് നമ്മൾ ഉള്ളിലിരുന്നാണ് ബാക്കി സംസാരിച്ചത്. ഏതായാലും നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് മാക്സിമം തരാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അറിയണമെന്ന് ആഗ്രഹമുള്ള വണ്ടികൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റും ചെയ്യുക. നമ്മുടെ മെയിൽ ID അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മളുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഇതുപോലെ യൂസർ എക്സ്പീരിയൻസസും പുതിയ കാസും പുതിയ ഇലക്ട്രിക് കാസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.